ഹലോ ഗായ്സ്, അപ്പോൾ തുടങ്ങല്ലേ? സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അങ്ങനെ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തീർത്തിട്ട് വേണം നമുക്ക് വേഗം പള്ളിയിലോട്ട് വിടാനായിട്ട്. കാരണം സമയമില്ല, രാത്രി ആവും തോറും തിരക്കുകൾ ഭയങ്കരമായിട്ട് കൂടി വരും. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് പള്ളിക്ക് പോകണം. കലക്കി ചത്ത പച്ചാന്ന് പറഞ്ഞ റെക്കോർഡാ. ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ അവൻ വാലുമ്പൊക്ക് ഓർണം. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെ, എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോണത് ഒരു രസമാണ് കേട്ടോ. പിന്നെ പിള്ളേരുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കാരണം ഫുൾ മാല ബൾബും ഇഷ്ടംപോലെ സാധനങ്ങളാണല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫേവലിനാണെന്നുണ്ടെങ്കിൽ ഹേഡിനാണെന്നുണ്ടെങ്കിൽ പിള്ളേരുകളൊക്കെ ഇങ്ങനെ രണ്ട് സൈഡ് നോക്കി നോക്കി പോകാമായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോവുക, പുണ്യാളെ കാണാമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴേ ഉള്ളൂ ഇമാതിരി ഐറ്റംസൊക്കെ വാങ്ങണത്. അപ്പോൾ നേരെ പള്ളിയിലോട്ട് തന്നെ വെച്ച് പിടിച്ചു. പള്ളിയിലോട്ട് നടക്കാനായിട്ട് അത്യാവശ്യം വഴിയുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ച് വർത്തമാനം പറഞ്ഞ് നടക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നില്ല. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല തിരക്കാണ്. കാരണം രാത്രി ആവും തോറും ആൾക്കാരുടെ എണ്ണവും തിരക്കും കാര്യങ്ങളൊക്കെ കൂടി വരും. അങ്ങനെ നേരെ പള്ളിയിൽ കയറി നമ്മൾ നേർച്ചയൊക്കെ ഇട്ട് പുണ്യാളനെയൊക്കെ കണ്ട് പിന്നെ നമ്മുടെ പുണ്യാളൻ്റെ അടുത്ത് കുറച്ച് സ്വകാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രം കൂടി ആയതുകൊണ്ട് തിരക്ക് ഒന്നുകൂടെ കൂടും കേട്ടോ. പിന്നെ നമുക്ക് കൊന്ത വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ വെഞ്ചരിച്ച കൊന്ത ഇവിടെ സ്റ്റാളിൽ നിന്ന് കിട്ടുന്ന കാരണം അതും കൂടി വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഈ പരിപാടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല ഇപ്പോൾ എവിടെയാണ് നിൽക്കണേന്നുള്ളത്. നമ്മൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ട്. എവിടെ പോയാലും എനിക്ക് മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു ഐറ്റം ആണ് ഇത്. കോളിഫ്ലവറും അതുപോലെ തന്നെ ഐസ്ക്രീമും. ഇത് രണ്ടും കഴിക്കാണ്ട് നമ്മൾ എവിടെ നിന്നും തിരിച്ചു പോരില്ല. നമ്മൾ കാഞ്ഞൂർ അമ്പിനാണ് കേട്ടോ പോയത്. രാത്രിയാണ് പോയത്. പിറ്റേ ദിവസമാണ് പെരുന്നാൾ. അപ്പോൾ പെരുന്നാളിന് നിന്നില്ല, നേരെ അമ്പ് കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഇങ്ങനെയല്ല, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. നമ്മുടെ ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി തന്നെ നമ്മൾ ബൈ ബൈ പറഞ്ഞിറങ്ങാൻ കേട്ടോ. കാരണം നേരമില്ല, സമയം വൈകി. ഇപ്പം തന്നെ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കാഞ്ഞൂരിന് ബൈ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്.